നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പപ്പടം കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ചമ്മന്തി. ഇത് ശരിക്കും വളരെ ടേസ്റ്റിയായ നല്ല ഉപ്പും പുളിയും എരിവും ഒക്കെ ചേർന്നൊരു ചമ്മന്തിയാണിത്. ചോറിനൊപ്പം നമുക്ക് ഈ ഒരു ചമ്മന്തി മാത്രം മതിയാവും കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് തയ്യാറാക്കാനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 പപ്പടം എടുത്തിട്ടുണ്ട്. പപ്പടം ഒരുവിധം വലിപ്പമുള്ള പപ്പടം ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പപ്പടം എടുത്തുകൊള്ളുക. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുളി. ഞാനൊരു നെല്ലിക്ക വലിപ്പം പുളി എടുത്തിട്ടുണ്ട്. പുളി നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം, കുറച്ച് മതി എന്നുള്ളവർ കുറച്ചെടുത്തുകൊള്ളുക. തേങ്ങ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 8 വറ്റൽമുളക്, ഒരു 20 ചെറിയ ഉള്ളി. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില ഒരു 1/4 കപ്പോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷായ കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും. ഇത്രയൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ തീയലിനൊക്കെ വറുക്കുന്ന പോലെ അത്രയും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചുമന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് വാങ്ങാവുന്നതാണ്. ഒരു 2-3 മിനിറ്റോളം ഒന്ന് വറുത്താൽ മതിയാകും. അപ്പോൾ ആ പച്ച മണമൊക്കെ മാറിയിട്ട് ഒന്ന് ചുവന്ന് തുടങ്ങും. ഇതായിപ്പോൾ നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് ചുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഞാനിത് ഓഫാക്കി മാറ്റുകയാണ്. പിന്നെ അടുത്തായി നമുക്ക് അതേ ചീനിച്ചട്ടി തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് പപ്പടം ഒന്ന് കാച്ചിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു 5 പപ്പടമാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല വലിപ്പമുള്ള പപ്പടമാണിത്. അതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെറുതാണെങ്കിൽ ഒരു 6-7 എണ്ണം എടുത്തുകൊള്ളുക. ഇപ്പോൾ ഞാൻ ഈ പപ്പടം മുഴുവനും ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പടം കാച്ചിയ എണ്ണയിൽ തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് നല്ലപോലെ നല്ല വെന്ത് കിട്ടണം. ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ പാകത്തിനായിട്ടുണ്ട്. ഞാൻ കോരി മാറ്റുകയാണ്. ഒരു തട്ടിലേക്ക് മാറ്റാം. തേങ്ങ വറുത്ത് വെച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളിയും ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളകൊന്ന് വറുത്തെടുക്കാം. ഞാൻ 8 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കുക. ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് പുളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. മുളക് ഒരു പകുതി നമ്മൾ മൂത്ത് കഴിയുമ്പോഴേക്ക് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതെല്ലാം ചേർത്ത് ഒരു 1-2 മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മുളകെല്ലാം നല്ല ഒന്ന് ബ്രൗൺ കളറായി തുടങ്ങി. നമുക്കിത് കോരി മാറ്റാം. ഈ ഒരു പരുവത്തിൽ വരണം മുളക്, എങ്കിലേ ഞങ്ങൾക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിത് എല്ലാം ഇവിടെ കോരി മാറ്റി കഴിഞ്ഞു. ഇത് നമുക്ക് തണുത്തതിന് ശേഷം അരയ്ക്കാൻ എടുക്കാം. ഇവിടെ ഇതാ എല്ലാം നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞു. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും തേങ്ങയും എല്ലാം ചേർത്ത് കൊടുക്കാം. പുളി ഇതുപോലെ ഒന്ന് ആക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കഴിഞ്ഞു. ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മഷി പോലെ അരയേണ്ട, അല്പം തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ആ പപ്പടം ചേർത്ത് കൊടുക്കാം. 5 പപ്പടമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പപ്പടം നല്ലതുപോലെ വെച്ചൊന്ന് പൊടിച്ചെടുക്കുക. ആദ്യം പപ്പടത്തിനെ നല്ലപോലെ ഒന്ന് പൊടിക്കുക. പൊടിച്ച് ഇതുമായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തിയും പപ്പടവും ഒക്കെ ആയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സായി ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തി ആയിരിക്കും എന്നുള്ളത്. ഇനി ഞാൻ ഈ ചമ്മന്തി ചൂട് ചമ്പാവരി ചോറിനൊപ്പമാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ചോറിനൊപ്പം ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. അത്രയും ടേസ്റ്റിയായ ഈ പപ്പടം കൊണ്ടുള്ള ചമ്മന്തി നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റിയായ ടേസ്റ്റിയായ റെസിപ്പികളുമായി കാണാം.